അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് വിമല. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. 2022 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ സ്ഥലം വിൽക്കാനായിട്ട് തടസ്സങ്ങളായിരുന്നു. എന്നോട് ഒത്തിരി പേര് ഇവിടുത്തെ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കതിലൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. മാതാവ് വിശ്വാസം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അത് പത്രങ്ങളൊക്കെ മേടിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം വിൽപ്പന നടക്കാതിരുന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 3 മാസം കഴിഞ്ഞാണ് ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ട് എൻ്റെ സ്ഥലത്തിട്ടത്. അവിടെ ചെരുവായിരുന്നു, ഇച്ചിരി വിൽക്കാനൊക്കെ താമസമായിരുന്നു. ആ ഉപ്പിട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം ആ സ്ഥല കച്ചവടം നടന്നു. അത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ വന്നത്. പിന്നെ 2023 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ മോള് BSc നഴ്സിങ്ങിന് പഠിക്കുമായിരുന്നു. അതിപ്പം OETയുടെ എക്സാം ആയിരുന്നു അവൾക്ക്. അത് അവൾക്ക് ഇച്ചിരി പാടായിരുന്നു അവൾ എന്നോട് പറഞ്ഞു. ഞാൻ അതിന് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പം OET ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അവൾ ജയിച്ചു. അവൾക്ക് ഞാൻ ഈ കാശുരൂപം അവിടെ തിരുവനന്തപുരത്ത് എഴുതി കാശുരൂപം പിടിച്ച് എഴുതാൻ പറഞ്ഞു. അവൾക്ക് സങ്കടമായിരുന്നു പാടാമെന്നും പറഞ്ഞ്. എന്നാലും ആദ്യത്തെ ഇതിൽ തന്നെ അവൾ ജയിച്ചു. അത് കഴിഞ്ഞ് CBT എഴുതി. CBTയിലും അവൾ ഒന്നാമത് തന്നെ പാസ്സായി. പിന്നെ ഓസ്കിയും ഈ കാശുരൂപം പിടിച്ച് തന്നെയാണ് എഴുതിയത്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ എല്ലാം ഫലമായിട്ട് മാതാവിൻ്റെ അനുഗ്രഹമാണ് അവൾ ഈ പരീക്ഷകളെല്ലാം പാസ്സായത്. 2024 ജനുവരി 3 അവൾ UK പോകാൻ സാധിച്ചു. പെട്ടെന്ന് തന്നെ പഠിച്ച ഉടനെ തന്നെ അവൾക്ക് പോകാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു. അത് കഴിഞ്ഞ് അവളിപ്പം വന്നതാണ്. അതിന് ഇവൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നത്. അതുപോലെ യൂട്യൂബിൽ നിന്ന് ഞാൻ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുകയും ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ അമ്മയുടെ അനുഗ്രഹം ഞാൻ എല്ലാവരോടും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവിടെ. പിന്നെ ഒത്തിരി പേരെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നു. ഇവിടെ വന്ന് എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും അവർക്ക് ഒത്തിരി ഇവിടുത്തെ ഈ കൃപാസനത്തിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എന്നാലും അവരെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം എൻ്റെ അനിയത്തി ഇവിടെ വന്ന് അമേരിക്കയിൽ നിന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അവൾ ഇവിടെ വന്ന് എടുത്തിട്ടാണ് അവൾക്ക് ഗ്രീൻ കാർഡ് കിട്ടിയത്. അതൊക്കെ ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തിയായിരുന്നു. അവരോടെല്ലാം ഞാൻ പറഞ്ഞാണ് അവരെല്ലാം ഇവിടെ വന്നത്. ഈ സാക്ഷ്യം ഇപ്പം എൻ്റെ മോൾ ഇവിടെ വന്ന് ഇത് പറയാൻ വേണ്ടിയാണ്. ഇതാണ് എൻ്റെ സാക്ഷ്യം. എൻ്റെ പേര് ജീവ. എനിക്കിവിടെ വന്ന് ഇങ്ങനൊരു സാക്ഷ്യം പറയാൻ സാധിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യണമെന്നുള്ളത്. അപ്പം BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ OET എടുത്തു. OET എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് ലിസണിങ് ആയിരുന്നു ഏറ്റവും കൂടുതൽ പാടായിട്ട് തോന്നിയത്. അങ്ങനെ ഞാൻ ഒരാഴ്ച പഠിച്ചതിന് ശേഷം അമ്മയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു എനിക്ക് പാടാ. അപ്പം അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് പ്രാർത്ഥനകൾ അയച്ചു തരാം, നീ അത് പ്രാർത്ഥിക്ക്. അങ്ങനെ ഞാൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് തിരിമേടിച്ച് അമ്മ അയച്ചു തന്ന പ്രാർത്ഥന എന്നും പ്രാർത്ഥിച്ചു തുടങ്ങി. എൻ്റെ പ്രതീക്ഷകൾ ഞാൻ കൈവിട്ടില്ല. മാർക്ക് എനിക്ക് അങ്ങനെ നല്ല മാർക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് എപ്പോഴൊക്കെ ഓർമ്മ വരുമോ അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ OET പരീക്ഷ എഴുതാൻ പോയി. അന്ന് എൻ്റെ കൊന്തയുടെ കൂടെ ഞാൻ കാശുരൂപവും കൊളുത്തിയിട്ടിരുന്നു. ഞാൻ എൻ്റെ പരീക്ഷ എഴുതിയതിന് ശേഷവും ഞാൻ പ്രാർത്ഥനകൾ തുടർന്നു. പ്രാർത്ഥനകൾ ഒരുപാട് പ്രാർത്ഥിക്കും തോറും എനിക്കൊരു പ്രത്യാശ, ഒരു പോസിറ്റിവിറ്റി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് OET പാസ്സായി. ആദ്യത്തെ എഴുത്തിൽ തന്നെ പാസ്സായി. പിന്നീട് ആ കാശുരൂപ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ പരീക്ഷകളിലും ആ കാശുരൂപ ഞാൻ കൂടെ കൊണ്ടുപോയി. എൻ്റെ CBT ആണെങ്കിലും എൻ്റെ ഓസ്കി ആണെങ്കിലും എനിക്ക് ഓസ്കി ഒരുപാട് പാടായിരുന്നു. എനിക്കതിലൊരു സിനാരിയോ എനിക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കാൻ സാധിച്ചില്ല. പക്ഷേ അന്നും എൻ്റെ കാശുരൂപ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ കാശുരൂപ ഞാൻ കൊണ്ടുപോയ എല്ലാ സ്ഥലത്തും എനിക്ക് വിജയങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നീട് എനിക്ക് പോകാൻ സാധിച്ചു. ഞാൻ UK ഇപ്പം നേഴ്സാണ്. 1 വർഷം ജോലി ചെയ്തു. അതിനുശേഷം 1 മാസത്തെ അവധിക്ക് ഞാൻ വന്നതാണ്. ആദ്യത്തെ 3 മാസങ്ങളിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ ജോലി സ്ഥലത്ത്. പുതിയൊരു ജോലി സ്ഥലം, അവിടുത്തെ പേഷ്യൻസിൻ്റെ പ്രശ്നങ്ങൾ, അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം നമ്മൾ വേറൊരു രാജ്യത്തിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ എന്നും വിളിച്ച് എൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നു. അപ്പോൾ അമ്മ പറയും നീ ഒരു കാര്യം ചെയ്യും, നീ കാശുരൂപം കൊണ്ടുപോകും, എന്ന് നിൻ്റെ കൂടെ നീ കാശുരൂപം കൊണ്ടുപോകും. അന്ന് മുതൽ ഞാൻ എൻ്റെ കാശുരൂപം എൻ്റെ പോക്കറ്റിലുണ്ട്. എൻ്റെ സ്ക്രബിൻ്റെ പോക്കറ്റിൽ എന്നും ഞാൻ കാശുരൂപം കൊണ്ടുപോകും. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഒരു പ്രശ്നങ്ങളും എൻ്റെ ജോലി സ്ഥലത്ത് നേരിടേണ്ടി വന്നിട്ടില്ല. ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹമാണ്. എൻ്റെ മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ട്. എന്നെ സംബന്ധിച്ചോളം പ്രാർത്ഥനകൾ എത്രത്തോളം പ്രാർത്ഥിക്കുക അത്രത്തോളം നമുക്ക് പ്രത്യാശയും പോസിറ്റിവിറ്റിയും കൂടുകയാണ്. ഞാൻ അത്രയും പ്രാർത്ഥിക്കുന്ന ഒരാളല്ലായിരുന്നു. പക്ഷേ ആ കാശുരൂപം എന്നെ ഒരുപാട് സഹായിച്ചു. എൻ്റെ ദൈവത്തിലോട്ട് അടുക്കാൻ എന്നെ ഒരുപാട് സഹായിച്ചു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ മാതാവിനോടും എൻ്റെ ഈശോയോടും നന്ദി പറയുന്നു. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും.
വിമല ജിസ് എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ ലഭിച്ച അനുഭവങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരി ആദ്യം സൂചിപ്പിക്കുന്നുണ്ട്, ഉടമ്പടി പ്രാർത്ഥനയിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പത്രങ്ങൾ കിട്ടുമ്പോൾ വായിക്കുമായിരുന്നു. എന്നാൽ വീടിനടുത്തുള്ള ഒരു സ്ഥലം വിറ്റുപോകുവാൻ വേണ്ടി കുറേ നാൾ പരിശ്രമിച്ചിട്ട് അതെങ്ങും എത്താതെ ആകെ അസ്വസ്ഥമാവുകയും വന്നവരൊക്കെ വില പറയാതെ ആ ഒരു മുട്ടക്കുന്ന് പോലെയും ചരിവിലും കിടക്കുന്ന പ്രദേശം കണ്ടു മടങ്ങുന്നതല്ലാതെ അത് ഒന്ന് നീക്കുപോക്കില്ലാതെ കിടക്കുമ്പോഴാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് കരുതി എത്തുകയും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ഉടമ്പടി എടുക്കുമ്പോഴും അതിൻ്റെ ആദ്യത്തെ ആ 3 മാസക്കാലം അത് വലിയ തീഷ്ണതയിൽ പോയെന്ന് പറയുവാൻ പറ്റില്ലെന്ന് സഹോദരി പറയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്, ചെയ്യാനാവുന്നത് ചെയ്യുന്നുണ്ട്. ഒരു പാതി മനസ്സോടെയാണ് ഉടമ്പടി കൊണ്ടുപോയത്. എന്നാൽ ആദ്യം പുതുക്കുവാൻ വരുമ്പോൾ കുറേ കൂടി ബോധ്യങ്ങളായി, ആഴപ്പെട്ട വിശ്വാസമായി, അത് ഉടമ്പടി മുന്നോട്ട് നന്നായി ജീവിക്കണമെന്നൊരു തീരുമാനം ഉള്ളിൽ ഉറപ്പിച്ചെടുത്തു. അങ്ങനെയാണ് ചെല്ലുമ്പോൾ രണ്ടാമത് പുതുക്കി ചെന്ന ഉടനെ ആ സ്ഥലത്ത് പോയി ഉപ്പ് വിതറി പ്രാർത്ഥിക്കുന്നത്. ഉപ്പ് വിതറി പ്രാർത്ഥിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ സ്ഥലം പ്രതീക്ഷിച്ചതുപോലെ നല്ല വിലയ്ക്ക് തന്നെ വിറ്റുപോകുവാനുള്ള എല്ലാ സാഹചര്യവും അമ്മ മാതാവ് ഒരുക്കി കൊടുത്തു. അതാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് കൂടുതൽ വിശ്വാസത്തോടെ അടുത്ത് നിൽക്കുവാനായിട്ട് കുടുംബത്തെ സഹായിക്കുന്നത്. ശരിക്കും അച്ഛൻ അത് പറയുന്നത് പോലെ അത് ആദ്യത്തെ ഒരു ഇൻസെൻറ്റീവാണ്. നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഞാൻ കൂടെയുണ്ട്, കൈപിടിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇൻസെൻറ്റീവ്, അത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റായി മാറുന്നത് എപ്പോഴും എത്ര കണ്ട് നാം ആ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ദൈവം നമ്മുടെ കരം പിടിച്ചുകൊണ്ട് നൽകുന്ന ചെറിയൊരു ഇൻസെൻറ്റീവ് അത് സ്ഥിരമായിട്ടുള്ള ഒരു മുതലായി, നിക്ഷേപമായി, ഇൻവെസ്റ്റ്മെൻറ്റായി മാറുന്നത് ഉടമ്പടിയിൽ നമ്മൾ പുലർത്തുന്ന വിശ്വസ്തതയ്ക്കനുസരിച്ചാണ്. സഹോദരി പിന്നീട് ഉടമ്പടിയിൽ പുലർത്തുന്ന ഒരു നല്ല ജീവിതം, അതിൻ്റെ നൃത്തവസ്തുക്കളുടെ ഉപയോഗത്തിലുള്ള ഒരു സന്തോഷം, വിശ്വാസം, അതാണ് മകളുടെ പഠനം കഴിഞ്ഞ് വിദേശത്ത് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് മോളോട് പറയുന്നത്. അത് നീ അത് ഉടമ്പടി പ്രകാരമൊന്ന് ജീവിക്കുക, ഉടമ്പടിയുടെ കാശുരൂപം സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ഉടമ്പടി തൈലം നീ ഉപയോഗിച്ചുകൊണ്ട് നല്ല വിശ്വാസത്തോടെ മാതാവിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുക. മകൾ OETയും ഓക്സിയും അതുപോലെ പരീക്ഷകൾ ഓരോന്ന് എഴുതുമ്പോഴും ഏതൊക്കെയാണോ പ്രയാസകരമായി കണ്ടിരുന്നത്, പൂർത്തിയാക്കുവാനാവില്ലെന്ന് കരുതിയിരുന്നത്, ആ നിമിഷങ്ങളിലൊക്കെയും മകൾക്ക് സഹായമായി തീർന്നത് പിന്നീട് ഉടമ്പടിയുടെ കാശുരൂപമാണ്. ഓരോ തവണ പരീക്ഷയ്ക്ക് പോകുമ്പോഴും അമ്മ മാതാവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു എന്ന ബോധ്യവും വിശ്വാസവും മകൾക്കുണ്ടായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയുടെ നിമിഷങ്ങളിലും കരുത്തോടെ അവ തരണം ചെയ്യുന്നതിനുള്ള ദൈവകൃപ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അതിൻ്റെ തുടർച്ചയാണ് വിദേശത്ത് ജോലിക്ക് ചെല്ലുമ്പോഴും അവിടെയും ആദ്യകാലത്ത് അനുഭവപ്പെടുന്ന വലിയ പ്രയാസത്തിൽ വീണ്ടും അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തെ കൂടെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അത് സമാധാനപൂർണ്ണമായി ഒരു വർഷക്കാലം ജോലി എവിടെ നന്നായി പൂർത്തീകരിക്കുവാനും നമ്മൾക്ക് സാധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുക. പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതം നമുക്ക് കൈമാറുന്നത് പുതിയ ഒരു ജീവിത കാഴ്ചപ്പാടാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ ദൈവശരണത്തോടുകൂടി ജീവിക്കുവാനുള്ളൊരു കാഴ്ചപ്പാട്. നമ്മുടെ കഴിവിനപ്പുറം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മെ കൂടുതലായി അനുഗ്രഹിക്കുമെന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുവാനുള്ള ഒരു കാഴ്ചപ്പാട്. ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ പതറുകയോ മുങ്ങിപ്പോവുകയില്ല. ശക്തനായവൻ എൻ്റെ കൂടെ വരികയും തക്ക സമയത്ത് എന്നെ താങ്ങി നിർത്തുകയും എനിക്കാവശ്യമുള്ളത് ഉചിതമായ നേരത്ത് നൽകിക്കൊണ്ട് എൻ്റെ ജീവിതത്തെ മനുഷ്യൻ്റെ മുമ്പിൽ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ഈശോ, എൻ്റെ അമ്മ മാതാവ് എനിക്ക് കൂടെയുണ്ടാകുമെന്ന നല്ല ബോധ്യം ഉടമ്പടി ജീവിതം ഏതൊരു ഉടമ്പടിയിലായിരിക്കുന്നവർക്കും പകരുന്നുണ്ട്. അതിൻ്റെ ബോധ്യവും സാക്ഷ്യവുമാണ് ഈ കുടുംബം പങ്കുവയ്ക്കുക. എപ്പോഴൊക്കെയാണോ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നേരങ്ങളിലൊക്കെയും അമ്മ അരികിലുണ്ട്. അമ്മ എത്ര ദൂരമാണെങ്കിലും സഞ്ചരിച്ചെത്തും. അമ്മ എത്ര കണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയമാണെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് അതിന് തീരുമാനമുണ്ടാക്കിത്തരും. ആ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ
വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.